ജീവിതം ഒന്നേയുള്ളൂ, അത് അർമാദിച്ച് ആസ്വദിക്കണം എന്നാണ് ലിബറൽ ചിന്താഗതിക്കാര് പഠിപ്പിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ളത് ആ ലിബറൽ ചിന്തയാണ്. നമ്മുടെ അധ്യാപകന്മാരിന്ന് കുട്ടികളെ ക്ലാസ് മുറിയിൽ വെച്ച് അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിതം ഒന്നേയുള്ളൂവെന്ന്. അവിടെയാണ് ഇസ്ലാമിന് സംസാരിക്കുവാനുള്ളത്. ഒരു ഭാഗത്ത് ലഹരിയുടെ അപകടങ്ങളൊക്കെ പറയുകയും മറുഭാഗത്ത് ഇത് ജീവിതം ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ജീവിതം ഇനി എന്തായാലും വേണ്ടില്ല, ആസ്വദിച്ചേ അടങ്ങൂ എന്നാണ് വിദ്യാർത്ഥികളും യുവതലമുറയും ആളുകളും ഒക്കെ ചിന്തിക്കുക. ഇസ്ലാം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല ജനങ്ങളെ, മുസ്തഫ സമൂഹത്തെ ലഹരി മുക്തമാക്കിയത് അങ്ങനെയാണ്. ജീവിതം ഒന്നല്ല ഉള്ളത്, ജീവിതം ഒന്നല്ല, രണ്ടുണ്ട്. ഈ കാണുന്ന ജീവിതം കുറഞ്ഞ കാലമേയുള്ളൂ. മരണാനന്തരം ഒരു ശാശ്വതമായ ജീവിതമുണ്ട്. അവിടെ രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ലഹരി തൊടാൻ പാടില്ല, അതേപോലെയുള്ള തിന്മകളിൽ ആറാടുവാൻ പാടില്ല, തിന്മകളുടെ വക്താക്കളാകുവാൻ പാടില്ല എന്ന്. എൻ്റെ ബോഡി എൻ്റെ അധികാരത്തിലല്ല, അതിന് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. എൻ്റെ കൺട്രോളിലല്ല എൻ്റെ ശരീരം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വിചാരിക്കുമ്പോൾ ആരോഗ്യം കിട്ടണ്ടേ, ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ രോഗം മാറണ്ടേ? മനസ്സിലാക്കി കൊടുത്തു ഇസ്ലാം, നിന്റെ ബോഡി നിന്റെ കൺട്രോളിലല്ല, മുദബ്ബിറായ അള്ളാഹുവാണ് നിന്റെ ശരീരം നിയന്ത്രിക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ ചോയ്സാണ് എന്നുള്ളതല്ല, നിന്റെ ജീവിതം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അവൻ പഠിപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ഈ ധാർമ്മികമായ പാഠങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് എതിരി നിൽക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരുടെ അധ്യാപനങ്ങളെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് കരുതി കൂട്ടി ഉൾപ്പെടുത്തിയിട്ട് അത് ക്ലാസ് റൂമുകളിൽ വെച്ച് പഠിപ്പിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് എന്തൊരു കൃത്യമായ നിലക്കുള്ള ധാർമ്മികതയാണ് ഈ സമൂഹത്തിന് ഇനി പ്രതീക്ഷിക്കാനാവുക? അതുകൊണ്ട് തന്നെ ചികിത്സിക്കേണ്ടത് ചികിത്സിച്ചേ പറ്റൂ, തിരുത്തേണ്ടത് തിരുത്തിയേ പറ്റൂ.